morning. Okay. നിങ്ങള് ഗൈഡ് ഉള്ളവര് ഗൈഡ് എടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോ ഞാൻ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഒന്ന് പറയാം. ഗൈഡ് ഉള്ളവര് ഗൈഡ് എടുക്കാം കേട്ടോ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് കറക്ഷൻസ് ഉണ്ട്, അപ്പൊ അതൊന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, 3 ചാപ്റ്റർ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ എടുത്തത്. യെസ്, 3 ചാപ്റ്റർ അല്ലെ. അപ്പോ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, നമുക്ക് ഞാനിപ്പോ ഗൈഡ് ആണ് കേട്ടോ പറഞ്ഞത്. അതിനകത്ത് ഗൈഡില് 28ാമത്തെ ക്വസ്റ്റ്യൻ, question number 28. നോക്കിയേ, in which year the national health policy was introduced? The first എന്നുള്ളത് വേണ്ട അവിടെ. In which year the national health policy was introduced? Okay, correct ചെയ്തോ? ഞാൻ ഓരോന്നും വായിക്കാം, അതൊന്ന് correct ചെയ്യാം കേട്ടോ. In which year the national health policy was introduced? ഏത് year? 1983. Okay, 1983. അതില് 33, question number 33 നോക്കി. How many individuals included in sub-centers? എത്ര individuals ആണ് sub-centersൽ ഉള്ളത്? Up to 5,000 individual. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? 5,000 individual മാത്രമല്ല, 28 ഒന്നുകൂടി പറയാം. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യനിലെ in which year the national health policy was introduced? In which year the national health policy was introduced? Okay, year എന്ന് കഴിഞ്ഞിട്ട് ദാന്നൊക്കെ ചേർത്താൽ മതി. The national health policy was introduced. The first എന്നില്ലേ, അത് വേണ്ടെന്നാ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി 33, question number 33 നോക്കിയേ. How many individuals included in sub-centers? എത്ര individuals ആണ് sub-centersൽ ഉള്ളത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? നോക്കിയേ, up to 5,000 individuals. Up to 5,000 individuals. Up to 5,000 individuals. Up to എന്നും കൂടി അവിടെ ചേർക്കാം. Up to 5,000 individuals. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. Up to 5,000 individual വരെ. Up to 5,000 individual. 5,000 individual എന്ന് മാത്രം എഴുതിയ തെറ്റാണ്. Up to അവിടെ വരെ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എടാ പേജ് നമ്പർ ഗൈഡില് പേജ് നമ്പർ ആണ് പറയുന്നത് 4 കേട്ടാ, 4ാമത്തെ പേജ്. അതിനകത്ത് ഒന്ന് എഴുതി ചേർക്കുക അവിടെ, up to 5,000 individuals. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, ആ 2 എണ്ണാണ് അതിനകത്തുള്ളത്. ഇനി അടുത്ത് ഫ്രണ്ട് ഓഫീസ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഫ്രണ്ട് ഓഫീസില് പേജ് നമ്പർ 14, 14ാമത്തെ പേജ് ആട്ടോ. 14ാമത്തെ പേജ് 14.
Page number 14. 14th page. Okay, എടുത്താ. ഇനി നോക്കിയേ. Which are the duties of hospital receptionist? Which are the duties of hospital receptionist? Which are the duties of hospital receptionist? അതിനകത്ത് ഡ്യൂട്ടീസ് ഓഫ് റിസപ്ഷനിസ്റ്റ് എന്നാണല്ലോ അവിടെ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് ആക്കുക കേട്ടോ. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് ആക്കുക. Which are the duties of hospital reception? Okay. എഴുതിയില്ലേ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് കേട്ടോ. അടുത്ത നോക്കിയേ. അതിനകത്ത് ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഓപ്ഷൻ എയില് രജിസ്ട്രേഷൻ, ഓപ്ഷൻ ബിയില് ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്, ആവശ്യാനുസരണം റിക്വയർഡ്. ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്. ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്. Transfer call as required. Okay. ഇനി അടുത്ത് നോക്കിയേ. 123. ആ ക്വസ്റ്റ്യനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. 123. ആ ക്വസ്റ്റ്യൻ വേണ്ട. അതിന് പകരം ഞാനിവിടെ ക്വസ്റ്റ്യൻ പറയാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. 123 ഇല്ലേ, അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ആ ക്വസ്റ്റ്യൻ ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല. അപ്പൊ അത് കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത രീതിയിൽ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച അവിടെ. അതായത് അവിടെ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. Which of the following, which of the following, which of the following, which of the following record, which of the following record is, which of the following record is not included, which of the following record is not included in the registering, in the registering guest in the front office. Registering guest in the front office. Okay, question ഒന്നുകൂടി പറയാം. Which of the following record, which of the following record, which of the following record is not included which of the following record is not included in registering guest, G-U-E-S-T-S, guest in the front office.
registering guest in the front office. Which of the following record is not included in registering guest in the front office? Which of the following record is not included in registering guest in the front office? Clear ആണ് ആ question? Okay. Is not included എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ഈ നമ്മുടെ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യൂലേ, ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പല ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സ് ഫ്രണ്ട് ഓഫീസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പല ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ ഈ ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഓഫീസിൽ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അതെന്തൊക്കെയാണ്? ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ് വേണം, ബില്ലിംഗ് ഡീറ്റെയിൽസ്, ബില്ലിംഗ് വേണം, പിന്നെ അടുത്തത് അഡ്മിഷൻ. അത് മൂന്നും നമ്മുടെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതാണ്. രജിസ്റ്ററിംഗ് ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്, ബില്ലിംഗ്, അഡ്മിഷൻ. ഇനി ഇല്ലാത്തത് ഏത്? ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത് സീനിയർ സിറ്റിസൺ ക്ലബ് എന്നാണ് ഓപ്ഷൻ കേട്ടോ ഗൈഡില്. ഓക്കെ, ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയില്ലേ? ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഓഫീസിൽ കീപ്പ് ചെയ്യാത്ത ആ റെക്കോർഡ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത റെക്കോർഡ് ഏതെന്നാണ് ചോദിച്ചേക്കണേ. ഇനി അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 126. Welcomes and greets all patients and visitors personally or over the phone is the duty of dash. ആർക്കുടെ ഡ്യൂട്ടിയാ? Welcome and greets all the patients and visitors personally or over the phone is the duty of dash. ആർക്കുടെയാണ്? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അപ്പൊ ഡ്യൂട്ടി ഓഫ് ഡാഷ് എന്നാക്കിയാൽ മതി അവിടെ. ക്വസ്റ്റ്യൻ മാർക്കാണ് ഗൈഡിൽ കൊടുത്തേക്കുന്നത്, അവിടെ ഡാഷ് എന്നാക്കാം. ഡ്യൂട്ടി ഓഫ് ഡാഷ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. പിന്നെ അടുത്ത് 131 നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് കസ്റ്റം അല്ലെ. ദ വേർഡ് കസ്റ്റം മീൻസ്, കസ്റ്റം മീനിങ് എന്നാണ് തന്നേക്കുന്നത്. അതായാലും കുഴപ്പമില്ല, എങ്കിലും ദ വേർഡ് കസ്റ്റം മീൻസ്, ദ വേർഡ് കസ്റ്റം മീൻസ്, the word custom means, the word custom means, the word custom means ഏതാണ്? ഹാബിറ്റ്. പിന്നെ 132 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Which of the following does not a function of front office in hospital? ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? രജിസ്ട്രേഷൻ, രണ്ടാമത്തെയാണ് ക്യാഷ് കളക്ഷൻ, കൺസൾട്ടന്റ്, ഓപ്ഷൻ ഡിയില് റിപ്പോർട്ട് മേക്കിംഗ്. റിപ്പോർട്ടിംഗ് അല്ല കേട്ടോ, അത് റിപ്പോർട്ട് മേക്കിംഗ് ആക്കാം. റിപ്പോർട്ട് മേക്കിംഗ്. ഓക്കെ, ചെയ്തോ? റിപ്പോർട്ട് മേക്കിംഗ്. ഇനി നെക്സ്റ്റ്
next question നോക്കിയേ. Next question. അതായത് next അത് വേണ്ടിയിട്ട് 134. 134. CRM. CRM ആണത്. CRM is one of the software. CRM. Customer Relationship Management. 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 Okay. CRM. CRM. പിന്നെ 141 എടുത്തേ. 141. പേജ് നമ്പർ 16 തന്നെ കേട്ടോ. 141 എടുത്തോ. അതിനകത്ത് നോക്കിയേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Which of the following comes under the advantages of CRM? CRM-ന്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത് ഏത്? Which of the following comes under the advantages of CRM? CRM-ന്റെ അഡ്വാൻറ്റേജിൽ വരുന്നത് ഏത്? അതിനകത്ത് നോക്കിയേ ഓപ്ഷൻ എയിൽ എന്താ കിടക്കുന്നേ? സേവ് ടൈം ആൻഡ് റിസോഴ്സ്. Save time and resources. അടുത്തത് നോക്കിയേ reduce. ഓപ്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. Reduce errors in medical bills. 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 Option C എന്ന് നോക്കിയേ. Connects from front office and back office function. Connects from front office and back office function. Connects front office and back office function. Connects front office and back office function. അവിടെ ഓഫീസ് നോക്കൂ. അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് നോക്കുക കേട്ടോ. ഓപ്ഷൻ സിയില് connects from front office and back office function. Front office and back office function. ക്ലിയർ ആയോ? പിന്നെ അടുത്തത് പിന്നെ അതിനകത്തെ ഇനി 144 145 ആ ക്വസ്റ്റ്യനെ അത് വേണ്ട കേട്ടോ. അത് അത്ര ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 144 145. ആ സ്കിൽസിൽ അവിടെ PHI one of the tool is institute system for purpose of privacy. അത് വേണ്ട. പിന്നെ അടുത്തത് which skill related to വേർഡ് ജസ്റ്റ് അഡ്ജസ്റ്റ് അപ്രോച്ച് അഡാപ്റ്റബിലിറ്റി. ആ സ്കിൽസ് അത് നോക്കിയാൽ മതി കേട്ടോ. ഓഫീസില് നമ്മളെ ലാസ്റ്റ് അതിനകത്ത് ഓരോ ഇതും സ്കിൽസിന്റെ ഇതിനകത്ത് പറഞ്ഞില്ലേ.
കോൺഫിഡൻഷ്യാലിറ്റി, അഡാപ്റ്റബിലിറ്റി, അതൊക്കെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, അങ്ങനെ ഒരു 7 പോയിന്റ്സ് ആയിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ട് അതൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ 144, 145 ക്വസ്റ്റ്യൻ വേണ്ട. പിന്നെ അടുത്ത 146 അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഈസ് റെഫേർഡ് ടു ആസ്. ഇത് തന്നെ ആ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏതാ 124. ഏതാണ് 143 അത് റിസപ്ഷനിസ്റ്റ്. അതെ, റിസപ്ഷനിസ്റ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓപ്ഷൻസ് ഓൾ ഓഫ് ദി അബോവ് എന്ന് പറഞ്ഞു. അപ്പൊ അത് പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് 144, 145, 146 വേണ്ട. ഓക്കെ, ക്ലിയർ ആണോ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 143 വരെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക കേട്ടോ. അടുത്തതാണ് ഓപ്പറേഷൻ തിയേറ്റർ. നമ്മൾ നെക്സ്റ്റ് എടുത്തതാണ് ചാപ്റ്റർ ആണ് ഓപ്പറേഷൻ തിയേറ്റർ. അതിനകത്ത് ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്റർ ഓക്കെ 26 പേജ് നമ്പർ 26 ആണ്. ഗൈഡില് പേജ് നമ്പർ 26 എടുത്ത എല്ലാവരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 231. 231 കൊടുക്കുക. 231. 231. 231. നോക്കിയേ, പ്രീ അനസ്തേഷ്യ റൂം ഈസ് ഇൻ ഡാഷ് സോൺ. അപ്പൊ അതിലെ ഓപ്ഷനിൽ പ്രൊട്ടക്റ്റീവ് എന്ന് മതി. അവിടെ നമ്മള് ഏതാണ് ഡാഷ് സോൺ എന്നാണ്. അവിടെ ഏത് സോൺ ആണ്? പ്രൊട്ടക്റ്റീവ്. അപ്പൊ ആൻസർ സോൺ എന്നുള്ളത് പിന്നെ വേണമെന്നില്ല കേട്ടോ. പ്രൊട്ടക്റ്റീവ്, പ്രൊട്ടക്റ്റീവ്, പ്രൊട്ടക്റ്റീവ്. പ്രീ അനസ്തേഷ്യ റൂം ഈസ് ഇൻ ഡാഷ് സോൺ. ഏതാ? പ്രൊട്ടക്റ്റീവ്, പ്രൊട്ടക്റ്റീവ്. അടുത്ത നോക്കിയേ, റിക്കവറി റൂം ഈസ് ഇൻ ഡാഷ് സോൺ. ഏതാ? അപ്പൊ അവിടെ ക്ലീൻ എന്ന് മതി. പിന്നെ താഴെ ഓപ്ഷനിലും സോൺ വേണ്ട. അവിടെ ഏത് സോണാണ്? ഡാഷ് സോൺ എന്നാണ്. അവിടെ എന്തെന്ന് മതി? ക്ലീൻ സോൺ. ക്ലീൻ, ക്ലീൻ. അത് രണ്ട് കറക്റ്റ് ചെയ്തില്ലേ? പിന്നെ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 237. 237. Which of the following does not comes under the area of disposal zone? Which of the following does not comes under the area of disposal zone? ഏതാണ്? അപ്പൊ അതിനകത്ത് നമുക്ക് അവിടെ ഓപ്ഷൻസ് തന്നിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് എങ്ങനെയാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2-3 ഓപ്ഷൻസ് കൂടി നിങ്ങൾ അവിടെ എഴുതി ചേർക്കാം കേട്ടോ. Which of the following does not comes under the area of disposal zone? ഒന്നാമത്തെ നോക്കിയേ, പ്ലാസ്റ്റർ റൂം. അതാണ് ആൻസർ. കറക്റ്റ് അത് തന്നെയാണ്, പ്ലാസ്റ്റർ റൂം. പിന്നെ 2 ഓപ്ഷനും കൂടി നിങ്ങൾ എഴുതി വെച്ചോ അവിടെ. ഡിസ്പോസൽ, ഓപ്ഷൻ ബിയിൽ കൊടുക്കുക. ഡിസ്പോസൽ കോറിഡോർ, ഡിസ്പോസൽ കോറിഡോർ.
ഓപ്ഷൻ സിയില് ജാനിറ്റൽ ക്ലോസറ്റ്, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. അവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളത് കൊണ്ട് അവിടെ ഓപ്ഷൻസ് തന്നതാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട്, വരാത്തതെന്നാ ചോദിച്ചേക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കംസ് അണ്ടർ ദ ഏരിയ ഓഫ് ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ സോണില് വരാത്തത് ഏതാ? ഡിസ്പോസൽ സോണില് വരാത്തത് ഏത്? ഡസ് നോട്ട് കംസ് അണ്ടർ ദ ഏരിയ ഓഫ് ഡിസ്പോസൽ സോൺ. അതിൽ വരാത്തത് ഏത്? ഏതാണ്? ആൻസർ കറക്റ്റ് തന്നെയാണ്. ഏതാണ് വരാത്തത്? ഏതാണ്? ക്ലസ്റ്റർ റൂം ആണ്. അപ്പൊ ഡിസ്പോസൽ സോണിൽ വന്നത് ഏതൊക്കെയാ? ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റൽ ക്ലോസറ്റ്. ഓക്കെ, ഓപ്ഷൻ ഡിയില് ഇനി ഒന്നും അല്ലാതാണ്, നൺ ഓഫ് ദ എബോ ആണ്. അതിന്റെ ആൻസർ ഏതാണ്? ക്ലസ്റ്റർ റൂം തന്നെയാണ് കറക്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കേ, 247, ക്വസ്റ്റ്യൻ നമ്പർ 247, 28, 28ാമത്തെ ആണ് കേട്ടോ. 247 ആണ്. Patient observation to be done every to be അവിടെ എഴുതി ചേർക്കാം കേട്ടോ. ബി ഇ എന്നുള്ള ബി എഴുതി ചേർക്കാം അവിടെ. Patient observation to be done every -minutes. ഇനി ഒരു കാര്യം കൂടി ചേർക്കാം അവിടെ. ആഫ്റ്റർ സർജറി, -minutes after surgery. -minutes after surgery. Patient observation to be done every -minutes after surgery. After surgery. Patient observation to be done every -minutes after surgery. Okay. Every -minutes after. ആ മിനിറ്റ്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. ആൻസറിൽ 15 മിനിറ്റ്സ് എന്നാണ്. FINTS മിനിറ്റ്സ്. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. പിന്നെ ഉണ്ടല്ലോ, പിന്നെ അടുത്ത ക്വസ്റ്റ്യനെ 252. അത് ആ ക്വസ്റ്റ്യന് കുറച്ചും കൂടി അവിടെ ചേർക്കണം. അതായത് നമ്മുടെ ടെക്സ്റ്റ് ഇല്ലേ, നമ്മുടെ ടെക്സ്റ്റിൽ അതേ സെന്റൻസ് തന്നെ അവിടെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അതായത് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഡാഷ് ഞാൻ ക്വസ്റ്റ്യൻ പറയാം. 252 എന്നുള്ളത് ക്വസ്റ്റ്യൻ മാറ്റി ഇത് എഴുതാം കേട്ടോ. 252. ക്വസ്റ്റ്യൻ പറയട്ടെ. Dash is a finished 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 steel structure with the jointless sterile coating, STERILE, sterile coating
that provides, PROVIDS, provides a high quality finish. That provides a high quality finish. Dash is a finished steel structure with a jointless sterile coating that provides a high quality finish. After question 252. Dash is a finished steel structure with a jointless sterile coating that provides a high quality finish. Answer pre-fabricated modular operation theatre. Angane thanne veda answer ketta. Modular ennu parnja adu pora. Prefabricated modular. Prefabricated modular operation. Modular operation theatre. Angane answer kudi adannu correct cheyuka. Prefabricated modular operation theatre. Prefabricated modular operation theatre. Okay. ഇനി അടുത്തത് 253 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. ഇത് കറക്റ്റ് അല്ല. മിസ്റ്റേക്ക് ഉണ്ട് ആ ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിക്കണ്ട ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നോക്കിയേ 254. അതിനകത്ത് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. അതിനകത്ത് കിടക്കുന്ന ഓപ്ഷൻസ് അതുമായിട്ട് ഒരു മാറ്റം ഇല്ലാത്ത ഓപ്ഷൻസ് ആ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്. Who is typically responsible for managing and training new clerical staff in the operating room department? അങ്ങനെയല്ലേ ആ ക്വസ്റ്റ്യൻ കിടക്കുന്ന അവിടെ. Who is typically responsible for managing and training new clerical staff in the operating room department? ഒന്നാമത്തെ നോക്കിയേ. ഒന്നാമത്തെ എന്താണ് ഓപ്ഷനില്? ലബോറട്ടറി ഡയറക്ടർ. ലബോറട്ടറി ഡയറക്ടർ. Laboratory director. Option B ല് phlebotomist. PHELEBOTOMIST. Phlebotomist. ആൻസർ എ പാട് വെട്ടിക്കളഞ്ഞു. ഓപ്ഷൻസ് നിങ്ങൾ പുതിയത് എഴുതിക്കോട്ടോ. ഓപ്ഷൻ എയില് എന്ത്? ലബോറട്ടറി ഡയറക്ടറിന് എഴുതണം. ഓപ്ഷൻ എയില് ലബോറട്ടറി ഡയറക്ടറിന് എഴുതണം. ഓപ്ഷൻ ബിയില് ഫ്ലിബോട്ടോമിസ്റ്റ് എന്ന് എഴുതണം. ഓപ്ഷൻ ബിയില് ഫ്ലിബോട്ടോമിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതണം. ഫ്ലിബോട്ടോമിസ്റ്റ്. ഓപ്ഷൻ സിയില് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് എഴുതണം. 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 അടുത്തത് ഓപ്ഷൻ ഡിയിൽ എഴുതുക. നൺ ഓഫ് ദ എബോ എന്ന് എഴുതുക. നൺ ഓഫ് ദ എബോ. Operating room executive secretary. Option D, none of the above.
None of the above എഴുതാം. ആൻസർ ഏതാ അതില്? ഓപ്ഷൻ സി. ഏതാണ് ആൻസർ വരുന്നത്? Who is responsible for managing and training new clerical staff in the operating room department? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഏതാ അതിന്റെ? ഓപ്ഷൻ ഏത് ഓപ്ഷനാ? ഓപ്ഷൻ എ ആണോ ബി ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് അല്ലേ? ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഓക്കെ, അപ്പൊ ആ 3 ചാപ്റ്ററും കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എടുത്ത 3 ചാപ്റ്റർ ഏതാണ്? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ. ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റേറ്റുകൾ കണ്ടത് ഞാൻ അത് കറക്റ്റ് ചെയ്ത് തന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിൽ ഏതെങ്കിലും കിട്ടാത്തതുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാത്തതുണ്ടോ? ഓക്കെ ആണോ? എല്ലാരും എഴുതിയില്ലേ? കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്? യെസ്. അടുത്ത് നോക്കിയ മൊഡ്യൂള് 2 ആണ്. മൊഡ്യൂള് 2-ല് CSSD. നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? CSSD, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്, മോർച്ചറി സർവീസസ്, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി. CSSD, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്, മോർച്ചറി, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി. ഒന്നാമത്തെയാണ് CSSD. CSSD-ല് സ്റ്റേപ്പ് ഒന്നും അതിനകത്ത് കണ്ടില്ല. നിങ്ങൾ നോക്കിയായിരുന്നോ? ഗൈഡ് വായിച്ചു നോക്കിയായിരുന്നോ? ഗൈഡ് നോക്കിയായിരുന്നോ നിങ്ങള്? ഗൈഡ് ഒരു ഗൈഡ് നോക്കിയായിരുന്നോ? ഓക്കെ. എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചോ CSSD-ല്? ഒരു ചാപ്റ്റർ വായിച്ചിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ അല്ലേ അത്? പിന്നെ അടുത്തത് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ് അതിനകത്ത് നമുക്ക് വേറെ ഒന്നും കണ്ടില്ല. ഗൈഡ് വായിച്ചോര് കണ്ടുപിടിച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് പെട്ടെന്ന് നോക്കിയേ റേഡിയോളജിയില്. ഇല്ലേ റേഡിയോളജിയും? ഫുൾ ഫോം CTയുടെ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. ഏറ്റവും സേഫസ്റ്റ് ടെക്നോളജി ഏതാണ്? ടെക്നിക്ക് അൾട്രാസൗണ്ട് ആണ്. ഓങ്കോളജി, സ്റ്റഡി ഓഫ് ക്യാൻസർ. നമ്പർ ഓഫ് വർക്ക് ഏരിയ 3 years. ഓക്കെ, വേറെ ഒന്നും അതിനകത്ത് അങ്ങനെ കണ്ടില്ല കേട്ടോ. എന്തെങ്കിലും പഠിച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയോ? ഉണ്ടോ? തോന്നിയോ? എന്താണ് വായിച്ചു നോക്കിയില്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇനി നെക്സ്റ്റ് മോർച്ചറി. നമ്മൾ നെക്സ്റ്റ് എടുത്തത് മോർച്ചറി. പേജ് നമ്പർ ഓക്കെ, 65. പേജ് നമ്പർ 65.
more is derived from the dash language. The term more is derived from the dash language. Derived from the dash language. ഏത് ലാംഗ്വേജിൽ നിന്നാണ് ആ മോർക്ക് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഏതാ? ഫ്രഞ്ച് അല്ലെ? അപ്പൊ അതിനകത്ത് ഫ്രം ദ ഡാഷ് എന്ന് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് എഴുതാം കേട്ടോ. The term mork is derived from the dash language. Dash language. The term mork is derived from the dash language. Number ആണോ? എത്രാമത്തെ? 491. Question 491. Okay, the term mork is derived from the dash language. ഏത് language ആ? French. French. Okay. Next, 501. Activity ഒന്നാമത്തെ question. Meaning of the word mork. കുഴപ്പമില്ല. What is the meaning of the word mork? എന്താണ് meaning? Mork എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? To look at, solemnly, to defend. വേറൊന്നുമില്ല അതിനകത്ത്. പിന്നെ നെക്സ്റ്റ് നമ്മള് ഏതാണ്? ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ബ്ലഡ് ബാങ്ക്. പേജ് നമ്പർ 45 കേട്ടോ. ബ്ലഡ് ബാങ്കിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. വായിച്ചു നോക്കിയേ പെട്ടെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെയാണ്. പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെയാണ്. വേറൊരു തെറ്റൊന്നും കാണാനില്ല. ഇനി നെക്സ്റ്റ് ലബോറട്ടറി. അടുത്ത ചാപ്റ്റർ എടുത്തത് ലബോറട്ടറി ആണ് കേട്ടോ. Laboratory. Page number 38. 38. മിസ്റ്റേക്കുകൾ ഉണ്ട്. ഞാൻ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 329. 329 ക്വസ്റ്റ്യൻ. Requisition form should be finished by. Requisition form should be finished by the dash
requisition form should be finished by the dash requesting the test and sent together with the specimen or patient to the laboratory. Requisition form should be finished by the dash requesting the test and sent together with the specimen or patient to the laboratory. Okay. Question finished by the requisition form doctor. Answer doctor requesting the test and send it together with the specimen or patient to the laboratory. Patient in the specimen the laboratory. Ini at the press 330. 330. The responsibility of phlebotomist is option A, supervision of technical and scientific function. Supervision of technical and scientific function. Supervision SUPERVISION. 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 VISION. Supervision. Next, okay. 338. Question. 338. Dash laboratory that receives sample of up to 100 patients or participants per day. Dash laboratory that receives samples of up to 100 patients or participants per day. Laboratory that receives samples of up to 100 patients or participants per day. Okay, small sized laboratory. Answer small sized laboratory. Small sized laboratory. Which are 340. Per day last. Up ഇവിടെ നമ്മൾ 100 വരെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് എന്താ? Patients or participants per day. Patients or participants per day എന്ന് കൂടി ചേർക്കാം. അതിന്റെ ആൻസർ സ്മോൾ സൈസ്ഡ് ലബോറട്ടറി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ 340. 340. .
340. Which of the following comes under? Which of the following comes under in the sample? In the sample കൂടി അവിടെ ചേർക്കാം. SAM. നമ്മൾ പറഞ്ഞത് 340ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, അതുകൂടി ഒന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ. ബാക്കിത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ 3rd 4th മൊഡ്യൂളിന്റെ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. 340ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഇൻ ദ സാമ്പിൾ? SAMPLE സാമ്പിൾ. SAMPLE സാമ്പിൾ ലേബലിംഗ്. Labeling, LABELLING, labeling and documentation. Sample, labeling and documentation. Which of the following comes under in the sample, labeling and documentation? Okay. Correct ചെയ്തോ? അപ്പൊ ബാക്കിത്തെ അടുത്ത ക്ലാസ്സിൽ 3rd 4th മൊഡ്യൂളിന്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഈ നെക്സ്റ്റ് മാച്ച് ജോയിൻ ചെയ്യൂട്ടോ. ഓക്കെ, താങ്ക് യു.